ഹലോ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വാതരക്ത അഥവാ ഗൗട്ടി ആർത്രൈറ്റിസിനെ പറ്റിയിട്ടാണ്. വാതരക്തത്തിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ഏത് അസുഖമായാലും ചികിത്സയിലെ ഇൻട്രൊഡക്ഷൻ, സിനോണിംസ്, ടൈപ്പ്, നിദാനം, സംപ്രാപ്തി, പൂർവ്വരൂപം, രൂപം, ചികിത്സ എന്നീ രീതിയിലാണ് പഠിക്കേണ്ടത്. അപ്പോൾ വാതരക്തത്തിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കാം. ഇറ്റ് ഈസ് എ ക്ലാസിക്കൽ എക്സാമ്പിൾ ഓഫ് ആവരണജന്യ വാതവ്യാധി. അതായത് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ആവരണത്തിലെ ആവരണം സംപ്രാപ്തിയിൽ വരുന്ന ഒരു ക്ലാസിക്കൽ എക്സാമ്പിളാണ് വാതരക്തം എന്ന് പറയുന്നത്. ഇവിടെ വാതം രക്തത്താൽ ആവരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. രക്തത്താൽ മാത്രമല്ല, ചിലപ്പോൾ പിത്തം മൂലമാവാം, ചിലപ്പോൾ കഫം മൂലവും ആവാം, എന്നാൽ പ്രധാനമായിട്ടും രക്തം മൂലമാണ്. പെയിൻ ഇൻ വാതരക്ത ഈസ് ലൈക്ക് ബേണിംഗ് ഓർ ത്രോബിംഗ്, സോ ഇറ്റ് ഈസ് കോൾഡ് അഗ്നിമാരുത തുല്യ, ഇൻഡിക്കേറ്റിംഗ് ദ ഫാസ്റ്റ് സ്പ്രെഡിംഗ് നേച്ചർ ഓഫ് ദ ഡിസീസ്. അതായത് വാതരക്തത്തിൻ്റെ സംപ്രാപ്തിയിൽ അഗ്നിമാരുത തുല്യ എന്നൊരു ശ്ലോകത്തിലെ വാക്ക് കാണാൻ പറ്റും. അതുദ്ദേശിക്കുന്നത് ഫയറും വിൻഡും തമ്മിൽ എങ്ങനെയാണോ റിലേഷൻ ഉള്ളത്, അതേപോലെയാണ് വാതദോഷവും രക്തവും തമ്മിലുള്ള കണക്ഷൻ ഈ അസുഖത്തിലുള്ളത്. അതായത് ഉദ്ദേശിക്കുന്നത് ഒരു ബേണിംഗ് ടൈപ്പ് ഓഫ് പെയിൻ ആയിരിക്കും ഇതുമൂലം ഉണ്ടാവുക. പോരാത്തതിന് ആ പെയിന് വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യും. അപ്പം ഈ രണ്ട് നേച്ചറിനെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് അഗ്നിമാരുത തുല്യ എന്ന ടേം പറഞ്ഞിരിക്കുന്നത്. ഇനി വാതരക്തത്തിന് 3 സിനോണിംസ് ആണുള്ളത്: ആഢ്യവാത, ഗുദവാത, വാതബലാസ. ആഢ്യവാത എന്നാൽ അർത്ഥം മീൻസ് ഡിസീസസ് ഓഫ് ദ വെൽത്തി, അതായത് പൈസയുള്ള ആൾക്കാർക്ക് വരുന്ന അസുഖം എന്നാണ് ആഢ്യവാദം എന്ന വാക്കിനർത്ഥം. അടുത്തത് ഗുഡവാദം. ഗുഡവാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് ഡിസീസ് ഓഫ് പുവർ, അതായത് നറിഷ്മെൻ്റ് ഇല്ലാത്ത ബോഡിയുള്ള ആൾക്കാരിലും, അതായത് പാവപ്പെട്ടവരിലും വരുന്ന അസുഖം എന്നുള്ള രീതിക്കാണ് ഗുഡവാദം എന്ന് പറയുന്നത്. വാതബലാസ എന്ന് വെച്ചാൽ ശരീരത്തിൽ വീക്ക്നെസ് ഉണ്ടാവുന്നു ഡ്യൂ ടു വാത ആൻഡ് രക്ത, അതുകൊണ്ടാണ് അതിനെ വാതബലാസ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വാതരക്തത്തിൻ്റെ ടൈപ്സ് നോക്കാം. പ്രധാനമായും 2 രീതിക്കാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ ധാതു ഇൻവോൾവ് ആണ്. അതായത് ദോഷങ്ങൾ 7 ധാതുക്കളുള്ളതിൽ ഏതൊക്കെ ധാതുക്കളിനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്നനുസരിച്ചാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. ത്വക്കിനെയും മാംസത്തിനെയും മാത്രമേ അഫക്റ്റ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ അതിനെ ഉത്ഥാന ടൈപ്പ് വാതരക്തമെന്നും, റെസ്റ്റ് ഓഫ് ദ ധാതു, അതായത് മാംസത്തിന് ശേഷമുള്ള ശുക്രം വരെയുള്ള ബാക്കി ധാതുക്കളെ അഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ ഗംഭീര വാതരക്തമെന്നും പറയും. വേറൊരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ പറയുന്നത് ബേസ്ഡ് ഓൺ ദ ദോഷ പ്രിഡോമിനൻസ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു പ്രധാനമായും രക്തമാണ് ആവരണം ചെയ്യുന്നതെങ്കിലും മറ്റ് ദോഷങ്ങളാലും ആവരണം ചെയ്യപ്പെടാം. സോ മറ്റ് ദോഷങ്ങളുടെ പ്രിഡോമിനൻസ് വെച്ചിട്ടും ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് 8 ടൈപ്പാണുള്ളത്. അത് എങ്ങനെ ഓർക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൗട്ട് എന്നുള്ളതിൽ 8 കിട്ടുന്നതുകൊണ്ട് 8 ടൈപ്പ് ദോഷ പ്രിഡോമിനൻസ് ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് ഓർക്കുക. വാതികം, പൈത്തികം, കബജം, രക്തജം, വാതപൈത്തികം, വാതകബജം, പിത്തകബജം, സന്നിപാതികം. ഇങ്ങനെയാണ് 8 ക്ലാസിഫിക്കേഷൻസ് ഉള്ളത്. അടുത്തതായിട്ട് നിദാനമാണ്. നിദാനത്തിൽ നമ്മൾ വാതരക്തത്തിൻ്റെ നിദാനം എന്തായാലും ബൈഹാർട്ട് ചെയ്തിരിക്കേണ്ട ഒരു ശ്ലോകമാണ്. അത് നമ്മൾ സെക്കൻഡ് ഇയർ നിദാനം തൊട്ട് ഫൈനൽ ഇയർ ചികിത്സ വരെ ആയാലും അത് വൈവിക്കും കാര്യങ്ങൾക്കും എന്തായാലും ചോദിക്കുന്ന പോർഷനാണ്. അപ്പോൾ ശ്ലോകം എങ്ങനെയാണെന്ന് വെച്ചാൽ വിദാഹി അന്നം വിരുദ്ധം ച തത്തച്ച അസൃക് പ്രദൂഷണം ഭജതാം വിധിഹീനം ച സ്വപ്നജാഗര മൈഥുനം പ്രായേണ സുകുമാരാണാം അചംക്രമണശീലിനാം അഭിഘാതാത് അശുദ്ധേശ്ച നൃണാം അസൃജി ദൂഷിതേ വാതളേ ശീതളേർ വായുർവൃദ്ധ ക്രുദ്ധോ വിമാർഗക എന്ന് വെച്ചാൽ
ദാഹം ഉണ്ടാക്കുന്നതും വിരുദ്ധമായിട്ടുള്ളതും രക്തത്തിനെ ദുഷിപ്പിക്കുന്നതുമായിട്ടുള്ള ഏത് ആഹാര വിഹാരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് വാതരക്തത്തിലേക്ക് നയിക്കും. അതുപോലെ ഉറങ്ങുന്ന സമയത്തും എഴുന്നേൽക്കുന്ന സമയത്തും മൈഥുനം ചെയ്യുന്ന സമയത്തും പ്രോപ്പർ കണ്ടക്റ്റിലല്ല ചെയ്യുന്നെങ്കിൽ, അതായത് ഇതിനൊക്കെ ഓരോ റൂൾസ് പറഞ്ഞിട്ടുണ്ട്, അഷ്ടാഹാര വിശേഷ യാതന എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ റൂൾസ് പറഞ്ഞിട്ടുണ്ട്. ആ റൂൾസ് ഫോളോ ചെയ്യാതെ നമ്മൾ തോന്നിയ രീതിക്ക് ഉറങ്ങുകയും എഴുന്നേൽക്കുകയും മൈഥുനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, പിന്നെ ഫുഡ് കഴിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വാതരക്തം വരും. അതുപോലെ ഇത് പ്രധാനമായിട്ടും ബാധിക്കുന്നത് ഏത് ടൈപ്പ് ആൾക്കാരിലാണെന്ന് ചോദിച്ചാൽ സുകുമാരന്മാരിൽ, അതായത് ബോഡി ഭയങ്കര വീക്കായിട്ടുള്ള ആൾക്കാർ, അചംക്രമണശീലിനാം, അതായത് ബോഡിയിൽ സർക്കുലേഷൻ കുറയുന്ന ടൈപ്പ് ആൾക്കാർ, അതായത് ഫുൾ ടൈം വെറുതെ ഇരിക്കുക, ഫുൾ ടൈം വെറുതെ നിൽക്കുക, കൂടുതൽ സമയം കിടക്കുന്ന ആൾക്കാർ, ഇവരിലൊക്കെ സർക്കുലേഷൻ കുറവായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരിൽ വാതരക്തം വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അഭിഘാതം മൂലം, അതായത് ഇഞ്ചുറി മൂലം വരാം. പിന്നെ വാദത്തിനെ കോപിപ്പിക്കുന്ന സാധാരണയായിട്ടുള്ള എന്ത് കാരണങ്ങളും ഇവിടെയും വരാം. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് വാതരക്തത്തിൻ്റെ പൂർവ്വരൂപമാണ്. പൂർവ്വരൂപത്തിനെ അഷ്ടാംഗഹൃദയം പറഞ്ഞിരിക്കുന്നത് സിമിലർ ടു കുഷ്ഠം എന്നാണ്. അതായത് കുഷ്ഠത്തിൻ്റെ പൂർവ്വരൂപം എന്താണോ അത് തന്നെയാണ് വാതരക്തത്തിൻ്റെയും പൂർവ്വരൂപം എന്നാണ് പറയുന്നത്. ശ്ലോകം സ്വേദോ അത്യർത്ഥം ന വാ കാർഷണ്യം സ്പർശാജ്ഞത്വം ഷതേ അതിരുക്. അതായത് നമുക്ക് ഓർക്കാൻ പറ്റുന്ന കുറച്ച് പൂർവ്വരൂപങ്ങൾ നോക്കാം. ഒന്നാമതായിട്ട് കാണുന്നത് അതിസ്വേദമാണ്. അതായത് ഇവിടെ പിത്തദുഷ്ടി ഉണ്ടാവുമെന്ന് നമുക്ക് എന്തായാലും അറിയാം, കാരണം രക്തം പിത്തമായിട്ട് അസോസിയേറ്റഡ് ആണല്ലോ. അപ്പോൾ പിത്തദുഷ്ടി ഉണ്ടാവും എന്നറിയാം. പിത്തം സ്വേദത്തിനെ കൂട്ടും, അതുകൊണ്ട് അതിസ്വേദം പൂർവ്വരൂപമായിട്ടുണ്ടാവും. ഒന്നല്ലെങ്കിൽ അതിസ്വേദം ഉണ്ടാവും, അല്ലെങ്കിൽ അസ്വേദമായിരിക്കും. അതായത് ആവരണം സംഭവിക്കുന്നതുകൊണ്ട് സ്രോതോരോധം സംഭവിച്ചിട്ട് ഈ സ്വെറ്റിൻ്റെ പോർസ് എല്ലാം അടഞ്ഞു പോവും. അതാണ് അസ്വേദം എന്ന് പറയുന്നത്. ഇനി വാതദുഷ്ടി ഇവിടെ ഒരു കാരണമായിട്ടുള്ളതുകൊണ്ട് കാർശ്യം അയാൾക്കുണ്ടാവും. ഇനി ക്രോണിക് ആയിട്ടുള്ള കേസുകളിൽ സ്പർശ അജ്ഞത്വം, അതായത് ആ ഭാഗത്ത് തൊട്ടിട്ടുണ്ടെങ്കിൽ സെൻസേഷൻസ് ഉണ്ടാവില്ല. പിന്നെ അവിടെ എന്തെങ്കിലും തട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായ വേദന ഉണ്ടാവും, കാരണം രക്തദുഷ്ടിയുടെ ഒരു ഫീച്ചറാണത്. പിന്നെ രക്തദുഷ്ടിയുടെ മറ്റ് ഫീച്ചറുകളാണ് വേദന, ഡിസ്കളറേഷൻ, പിന്നെ മണ്ഡല ഉൽപ്പത്തി, അഥവാ ചില എറപ്ഷൻസ് ബോഡിയിൽ ഉണ്ടാവുക എന്നുള്ളത്. അടുത്തതായിട്ട് നമ്മൾ സംപ്രാപ്തിയാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ചികിത്സ, ഒരു അസുഖത്തിന് ചികിത്സിക്കുമ്പം അതിൻ്റെ നിദാനം, അതെന്തൊക്കെ കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്നു. സംപ്രാപ്തി, ഈ കാരണങ്ങൾ മൂലം ശരീരത്തിൽ എന്ത് പറ്റുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ദോഷങ്ങൾക്ക് എന്ത് മാറ്റം ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ അസുഖം ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കൃത്യമായ മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് സംപ്രാപ്തി ഇമ്പോർട്ടൻ്റ് ആണ്. സംപ്രാപ്തിയിലിവിടെ സൂക്ഷ്മത്വ ആൻഡ് സർവസരത്വ ഓഫ് വാദ ഇൻക്രീസസ്, അതായത് വാദത്തിൻ്റെ സൂക്ഷ്മവും സർവസരവുമായിട്ടുള്ള ഗുണങ്ങൾ കൂടുന്നതാണ് ഇവിടെ കാരണം. അതേപോലെ രക്തത്തിൻ്റെ ദ്രവത്വവും സരഗുണവും കൂടുന്നതുമാണ് വാതരക്തത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ സംപ്രാപ്തി നമ്മളൊരു ഓർഡറിൽ ഇപ്പോൾ എക്സാമിന് വേണ്ടി എഴുതുവാണെങ്കിൽ ഡ്യൂ ടു നിദാന, മേൽപ്പറഞ്ഞ നിദാനങ്ങൾ മൂലം അഗ്രവേഷൻ ഓഫ് വാതദോഷ ആൻഡ് അഗ്രവേഷൻ ഓഫ് രക്തദോഷ ഉണ്ടാവുന്നു. അതായത് ചില കാരണങ്ങൾ വാദത്തിന് കൂട്ടുന്നതാവാം, ചില കാരണങ്ങൾ രക്തത്തിന് കൂട്ടുന്നതാവാം, ചിലത് ഒരുമിച്ച് വാദത്തിനെയും രക്തത്തിനെയും കോപിപ്പിക്കുന്ന കാരണങ്ങളുമുണ്ട്. അങ്ങനെ മാറ്റി മാറ്റി എഴുതി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമായിരിക്കും. ഇങ്ങനെ ദുഷിക്കുന്ന വാദവും രക്തവും ദേ സർക്കുലേറ്റ് ടുഗദർ ആൻഡ് വെൻ ദേ റീച്ച് സ്മോളർ ജോയിൻസ് ദ വിഷ്യേറ്റഡ് രക്ത കോസസ് ആവരണ ഓഫ് വായു ആൻഡ് ഒബ്സ്ട്രക്ഷൻ ഓഫ് രക്തമാർഗ ഒക്കേഴ്സ്. അതായത് ഇവ പരസ്പരം ദുഷിക്കുകയും ഇവ ഒരുമിച്ച് സഞ്ചരിച്ച് മൈനർ ജോയിൻസിലേക്ക്
എത്തുമ്പോൾ അവിടെ വെച്ചിട്ട് രക്തത്തിൻ്റെ ആവരണം മൂലം വാദം ഒബ്സ്ട്രക്റ്റഡ് ആവുകയും രക്തമാർഗം ഒബ്സ്ട്രക്ഷൻ സംഭവിക്കുകയും ചെയ്യുന്നു. ദ ആവരണ കോസസ് ഫർദർ വിഷിയേഷൻ ഓഫ് വായു. വാദം വൃദ്ധി സംഭവിക്കുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണെന്ന് മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ധാതുവിന് ക്ഷയം സംഭവിച്ചാലോ അല്ലെങ്കിൽ വാദത്തിന് മറ്റ് ധാതുക്കളാലോ മലങ്ങളാലോ ദോഷങ്ങളാലോ ആവരണം സംഭവിച്ചാലോ മാത്രമേ വായു കോപിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ആവരണം സംഭവിച്ചിരിക്കുന്നതുകൊണ്ട് ആ ആവരണം ഉണ്ടായിരിക്കുന്ന സ്ഥലത്ത് വായു പിന്നെയും കൂടാനുള്ള കാരണമാവും. ഇങ്ങനെ വായു കൂടുന്നത് പ്രൊഡ്യൂസ് പെയിൻ ആൻഡ് ലാക്സിറ്റി ഓഫ് ജോയിൻസ്. വേദനയും സന്ധികൾക്ക് ബലഹീനതയും ഉണ്ടാക്കും. ഇവിടെ വേദന എന്ന് പറയുന്നതിനെ ആചാര്യന്മാർ മൂഷികാവിഷത്തിന് സമാനമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരാൾ എലിവിഷം കഴിക്കുമ്പോൾ അയാൾക്ക് എന്ത് തരം വേദനയാണോ അനുഭവപ്പെടുക അതേ വേദനയായിരിക്കും വാതരക്ത പേഷ്യൻസിൽ. ഈ മൂഷികാവിഷത്തിനെ ആക്കുവിഷാന്നും ചില സ്ഥലത്ത് കാണാൻ പറ്റും. ഇങ്ങനെയാണ് വാതരക്തം മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ലക്ഷണം അഥവാ രൂപം നോക്കാം. ഉത്ഥാന വാതരക്ത ലക്ഷണം. ഡ്യൂ ടു വിഷിയേഷൻ ഓഫ് രക്ത ആൻഡ് ഡ്യൂ ടു വിഷിയേഷൻ ഓഫ് വാത ആണ് വാതരക്തം ഉണ്ടാവുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അപ്പം നമ്മൾ ഈ ലക്ഷണങ്ങളെ വാദം വിഷിയേറ്റ് ചെയ്യുന്നത് മൂലം എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നു, രക്തം വിഷിയേറ്റ് ചെയ്യുന്നത് മൂലം ക്ലാസിക്കലി എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നു എന്ന് പഠിച്ചാൽ ഓർക്കാൻ എളുപ്പമായിരിക്കും. രക്തദുഷ്ടി ഒരാളുടെ ബോഡിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അഷ്ടാംഗഹൃദയത്തിൽ രക്തദുഷ്ടീൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുള്ളതിൻ്റെ സിമിലർ ലക്ഷണങ്ങളാണ് ഇവിടെ കാണുക. അതായത് ഇച്ചിങ്, ബേണിംഗ് സെൻസേഷൻ, പെയിന്, ത്രോബിംഗ് സെൻസേഷൻ, ഡിസ്കളറേഷൻ, ഇതെല്ലാം രക്തദുഷ്ടി കൊണ്ടുണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. അതായത് ഏത് അസുഖമായിക്കോട്ടെ അതിൽ രക്തം ദുഷിച്ചിട്ടുണ്ടോ ഈ പറയുന്ന ലക്ഷണങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അതേപോലെ വാദം ദുഷിച്ചത് മൂലം ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് പെയിൻ ആൻഡ് ഫീലിംഗ് ഓഫ് കൺസ്ട്രിക്ഷൻ. അങ്ങനെ വേണം ഉത്ഥാനത്തിൻ്റെ പഠിക്കാൻ. ഇനി ഗംഭീര വാതരക്തം എന്ന് പറഞ്ഞാൽ ഉത്ഥാന വാതരക്തത്തിൻ്റെ ഒരു പ്രോഗ്രസീവ് സ്റ്റേജായിട്ട്, അതായത് ഉത്ഥാനം മൂർച്ഛിച്ച് ഗംഭീരമായിട്ട് മാറുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ആദ്യം സൂപ്പർഫിഷ്യലായിട്ടുള്ള ടിഷ്യൂസിൽ മാത്രമായിരുന്നു അസുഖം ഉണ്ടായിരുന്നത്. പിന്നീട് ഡീപ്പർ ടിഷ്യൂസിലേക്ക് പോകുമ്പോൾ അതായത് കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള അസുഖമായിട്ട് മാറുമ്പോൾ അതിനെ ഗംഭീരം എന്ന് വിളിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഗംഭീര വാതരക്ത ലക്ഷണത്തിന് പരിശോധിക്കുകയാണെങ്കിൽ ഉത്ഥാന വാതരക്തത്തിൻ്റെ എല്ലാ സിംറ്റംസും ഗംഭീര വാതരക്ത ലക്ഷണത്തിലും ഉണ്ടാവും. കൂടുതൽ ഇൻറ്റൻസിറ്റിയിലായിരിക്കും ഉണ്ടാവുക. അതായത് അവിടെ ഇച്ചിങ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ അതികഠിനമായ ഇച്ചിങ് ഉണ്ടായിരിക്കും. അവിടെ പെയിൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഭയങ്കരമായ പെയിൻ ഉണ്ടാവും. അതല്ലാതെ എക്സ്ട്രാ ആയിട്ടുള്ള സിംറ്റംസ് ആ ജോയിൻറ്റിൽ എഡിമ ഉണ്ടാവുക, ജോയിൻ്റ് ഒട്ടും അനക്കാൻ പറ്റാതെ സ്റ്റിഫായി പോവുക, ജോയിൻ്റ് ഇൻഫ്ലെയിംഡ് അഥവാ റെഡിഷ് ആയിട്ടുള്ള ഡിസ്കളറേഷൻ ഉണ്ടാവുക. ഇനി ചില കേസുകളിൽ ഭയങ്കരമായിട്ട് കോപിച്ചിട്ടുണ്ടെങ്കിൽ ആ ജോയിൻറ്റിൻ്റെ ഭാഗങ്ങളിൽ അൾസറേഷൻ ഉണ്ടാവുക. പിന്നെ വാദം ഭയങ്കരമായിട്ട് കോപിച്ചതിൻ്റെ ഫലമായിട്ട് ലിംബിങ് ഓർ ലെയിംനെസ് മാനിഫെസ്റ്റ് ചെയ്യും. അതായത് രോഗം മൂർച്ഛിച്ച് വരികയാണ്. അതിനനുസരിച്ച് ലക്ഷണങ്ങളുടെ ഇൻറ്റൻസിറ്റിയും കൂടി വരുന്നു. രക്തം അമിതമായിട്ട് കോപിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ആ ജോയിൻറ്റിൽ അൾസർ വരെ വരാം. അതേപോലെ വാദം ഭയങ്കരമായിട്ട് കോപിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ശോഷം സംഭവിച്ചിട്ട് മസിൽ ഡിപ്ലീഷൻ അല്ലെങ്കിൽ ആ ജോയിൻ്റ് തന്നെ ഡിസ്ഫിഗേർഡ് ആവാം, അഥവാ മുടന്തിന് കാരണമായിട്ട് മാറാം എന്നാണ് ആചാര്യം പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ദോഷ പ്രഡോമിനൻസ് അനുസരിച്ച് നമ്മൾ 8 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് ദോഷ പ്രഡോമിനൻ്റാണ് നമ്മളെ മുന്നിലിരിക്കുന്ന പേഷ്യൻ്റ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ചികിത്സ സ്പെസിഫിക് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള ലക്ഷണങ്ങൾ മനസ്സിലാക്കി വെക്കണം. വാതാധികമായിട്ടുള്ള വാതരക്തമാണെങ്കിൽ മെയിൻ ദോഷം വാദമാണ്. അപ്പോൾ വാദം മൂലം ഉണ്ടാകുന്ന ലക്ഷണങ്ങളെന്ന് വെച്ചാൽ ഇവിടുത്തെ പെയിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്
പ്രിക്കിംഗ് ഓർ സ്ട്രെച്ചിങ് ടൈപ്പ് പെയിൻ ആയിരിക്കും. പിന്നെ ജോയിൻ്റ് വാദമായതുകൊണ്ട് ഡ്രൈ ആയിരിക്കും, ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ ആയിരിക്കും. എല്ലാ കുഷ്ഠത്തിലും കാര്യങ്ങളിലും നോക്കിയിട്ടുണ്ടെങ്കിൽ വാദമാണെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ് കളറായിരിക്കും. സോ ഇവിടെ ബ്ലാക്കിഷ് ആണ്. പിന്നെ വാദത്തിൻ്റെ നേച്ചർ കാരണം ഇവിടെ ഉണ്ടാകുന്ന ജോയിൻറ്റ് സ്വെല്ലിംഗ് എന്ന് പറയുന്നത് ചില സമയം അയാൾക്ക് ജോയിൻറ്റിൽ സ്വെല്ലിംഗ് ഉണ്ടാവും, ചില സമയം അത് താനെ താഴ്ന്നു പോകും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാദം അമിതമായിട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ ഡീഫോമിറ്റി ഓഫ് പാർട്ട്, അതുമൂലം ലോസ് ഓഫ് ഫങ്ഷൻ സംഭവിക്കും. പിന്നെ തണുത്ത സാധനങ്ങളോടും ഭയങ്കര അവേർഷനായിരിക്കും, തൊട്ട് കഴിഞ്ഞാൽ നല്ല വേദനയായിരിക്കും പേഷ്യൻ്റ് പറയുക. ഇനി ലേറ്റർ സ്റ്റേജിലെ ലോസ് ഓഫ് സെൻസേഷനും സംഭവിക്കും. ഇനി അടുത്തത് രക്താധിക വാതരക്തത്തിൻ്റെ ലക്ഷണമാണ്. അതായത് രക്തപ്രഡോമിനൻ്റ് ആയിട്ടുള്ള വാതരക്തം. സോ ഇവിടെ മെയിൻ ദോഷം രക്തമാണ്. രക്തവൃദ്ധി, നമ്മൾ അഷ്ടാംഗ ഹൃദയത്തിൽ ഓരോ ദോഷത്തിൻ്റെയും ഓരോ ധാതുക്കളുടെയും വൃദ്ധിയുടെയും ക്ഷയത്തിൻ്റെയും ലക്ഷണങ്ങൾ പിന്നെ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാൽ നമ്മളെ ലക്ഷണങ്ങൾ ഓർത്തു വെക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രക്തത്തിൻ്റെ ഇതിൽ വാത ടൈപ്പിൽ പെയിൻ എന്ന് പറയുന്നത് പ്രിക്കിംഗ് ഓർ സ്ട്രെച്ചിങ് ആണെന്ന് പറഞ്ഞു. ഇവിടെ പെയിൻ എന്ന് പറയുന്നത് ചിംചിമായതേ എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ടിംഗ്ലിംഗ് ഓർ പ്രിക്കിംഗ് സെൻസേഷൻ ടൈപ്പ്. അതേപോലെ രക്തദുഷ്ടി, അതിൻ്റെ ഒപ്പം തന്നെ പിത്തദുഷ്ടി ഉണ്ടായിരിക്കും. അപ്പോൾ ആ രീതിക്ക് സിംറ്റംസ് ഓർക്കണം. പിത്തം ഇരിക്കുന്നത് കാരണം ബേണിംഗ് സെൻസേഷൻ. പിന്നെ രക്തത്തിൻ്റെ ക്ലാസിക്കൽ സിംറ്റമാണ് ഇച്ചിങ് എന്ന് പറയുന്നത്. പിന്നെ കോപ്പറി റെഡ് കളറ്. സിംറ്റംസ് ഡസ് നോട്ട് ഗെറ്റ് റെഡ്യൂസ്ഡ് ബൈ അഭ്യംഗ. അതായത് നമ്മളുടെ ഒരു ഇതിലുള്ളതാണ് പെയിൻ ഉണ്ടാക്കുന്നത് എപ്പോഴും വാദമാണ്. സോ നമ്മൾ വാദത്തിനെ കുറയ്ക്കാനുള്ള ബെസ്റ്റ് തൈലത്തിൻ്റെ അപ്ലിക്കേഷനാണ് താനും. പക്ഷേ ഈ കേസിൽ നമ്മൾ തൈലം എത്ര തേച്ചിട്ടുണ്ടെങ്കിലും രക്തപ്രധാനമായിട്ടുള്ള വാതരക്തത്തിൽ ആ വേദന കുറയില്ല. ഇനി പിത്താധിക വാതരക്തം നോക്കാം. പിത്താധിക വാതരക്തത്തിൽ പിത്തവൃദ്ധിയുടെ യൂഷ്വലായിട്ടുള്ള സിംറ്റംസാണ് കാണുക. അതായത് ദാഹം, മോഹം, സ്വേദം, തൃഷ്ണ, സ്വെല്ലിങ്, റെഡ്നെസ്, ഇതെല്ലാം കാണും. ഇതെല്ലാം രക്താധികത്തിലും പിത്താധികത്തിലും മാറി മാറി കാണപ്പെടും. പക്ഷെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് മനസ്സിലാക്കുക? രക്താധിക വാതരക്തമാണെങ്കിൽ ഇച്ചിങ് ഒരു പ്രിഡോമിനൻ്റ് സിംറ്റം ആയിരിക്കും. എന്നാൽ പിത്താധിക വാതരക്തത്തിൽ ആ ജോയിൻറ്റിൽ ഇച്ചിങ് ഒന്നും ഉണ്ടായിരിക്കില്ല, പകരം റേസ്ഡ് ടെമ്പറേച്ചർ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അങ്ങനെ വേണം ദോഷങ്ങളെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി കപാധിക വാതരക്തമാണെങ്കിൽ പേഷ്യൻ്റ് ഫീൽസ് ആസ് ഹിസ് ബോഡി ഈസ് കവേർഡ് വിത്ത് വെറ്റ് ക്ലോത്ത്. അതായത് അയാളുടെ ബോഡി മൊത്തത്തിൽ ഒരു നനഞ്ഞ തുണിയിട്ട് മൂടിയിരിക്കുന്നത് പോലെ ഒരു ഹെവിനെസ്സും ഒരു തണുപ്പുമായിരിക്കും ആ പേഷ്യൻറ്റിന് ഫീൽ ചെയ്യാം. അതേപോലെ മറ്റ് വാതരക്തങ്ങളെപ്പോലെ പെയിൻ ഇവിടെ ഒരു മെയിൻ ഫീച്ചർ ആയിരിക്കില്ല. ഇവിടെ മൈൽഡ് പെയിൻ ആയിരിക്കും, അതിൻ്റെ ഒപ്പം നംനെസ്സും ഉണ്ടാവും. അതായത് സെൻസേഷൻസ് ലോസ് ആയിരിക്കും. ഇനി സാധ്യത നോക്കാം. അതായത് ചില കേസുകളെ ചികിത്സിച്ചാൽ മാറുള്ളൂ, ചില കേസുകൾ നമ്മൾ ഒഴിവാക്കാനാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഏകദോഷജമാണ് തുടക്കമാണ്, അതായത് നവമാണെങ്കിൽ വാതരക്തം സാധ്യമാണ്. എന്നാൽ ദ്വിദോഷജമാണ് ഒരു കൊല്ലത്തിൽ കൂടുതലായി ഈ അസുഖം ബാധിച്ചിട്ടെങ്കിൽ ഇത് യാപ്യമായി മാറുന്നു. ഇനി ത്രിദോഷജമാണ്, പിന്നെ അതിൻ്റെ ഒപ്പം കോംപ്ലിക്കേഷൻസും ഉണ്ടെങ്കിൽ ഈ അസുഖം അസാധ്യമായിട്ട് മാറുന്നു. ഇനി അടുത്ത പോർഷൻ ചികിത്സയാണ്. ചികിത്സ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയി സംസാരിക്കാം.